الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين إلى يوم نلقاه أجمعين. أما بعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കുവാൻ, അവിടെ നിന്ന് നേരിട്ട് ദീൻ പഠിക്കുവാൻ തെരഞ്ഞെടുത്ത ആളുകളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി തെരഞ്ഞെടുത്ത ആളുകളാണ് അവർ. അതുകൊണ്ട് തന്നെ ഒരുപാട് ശ്രേഷ്ഠതകൾ ഇസ്ലാമിൽ സഹാബികൾക്കുണ്ട്. വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും സഹാബികളുടെ ശ്രേഷ്ഠത ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് അവരുടെ ശ്രേഷ്ഠത അറിയിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്റെ സഹാബികളെ ചീത്ത പറയരുത്. ലാ തസുബ്ബു അസ്ഹാബി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനക്കാരായ സഹാബികളോട് പറഞ്ഞതാണ്. അവസാനക്കാരായ സഹാബികളോട് ആദ്യത്തെ സഹാബികളെ പറ്റി പറയണം, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബത്തിനെ ചീത്ത വിളിക്കരുത്. കാരണം നിങ്ങളിൽ ഒരാൾ ഉഹദ് മലയോളം സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അവർ ഒരു കൈപ്പിടിയുടെ പകുതി ചെലവഴിച്ചതിന്റെ അവിടേക്ക് എത്തുകയില്ല. സഹാബികളല്ലാത്ത ആളുകൾ എത്ര തന്നെ പ്രവർത്തിച്ചാലും സഹാബികളുടെ അരികിലേക്ക് എത്തുകയില്ല പദവിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ശ്രേഷ്ഠതയായി പഠിപ്പിച്ച കാര്യമാണിത്. സഹാബികൾ, അവരെ സ്നേഹിക്കുക, അവരെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് ദീനിൽപ്പെട്ട, നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ്. ഇമാം അത്ത്വഹാവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ അഖീദത്തു തഹാവിയ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, ഹുബ്ബുഹുൻ ദീനുൻ വ ഈമാനുൻ വ ഇഹ്സാൻ. സ്വഹാബികളെ സ്നേഹിക്കുക എന്നുള്ള ദീനിൽപ്പെട്ട കാര്യമാണ്, അതുപോലെ തന്നെ ഈമാനിൽപ്പെട്ട കാര്യമാണ്. അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച നന്മയാണ് സഹാബികളെ സ്നേഹിക്കുക എന്നുള്ളത്. വബുഗ്ളുഹും കുഫ്റുൻ വനിഫാഖുൻ വതുഗ്യാൻ. സ്വഹാബികളെ വെറുക്കുക എന്നുള്ളത് കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നിഫാഖാണ്, കപടവിശ്വാസമാണ്. വതുഗ്യാൻ, വലിയ അപരാധമാണത് എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദയായി, വിശ്വാസമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. സ്വഹാബികൾ ദീനിന്റെ നെടുന്തൂണുകളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അമനതുൽ അസ്ഹാബി, ഞാൻ എന്റെ സ്വഹാബികൾക്കുള്ള കാവലാണ്. സ്വഹാബികളെ ഫിത്നകൾ ബാധിക്കാതിരിക്കാനുള്ള ഒരു കാവലാണ് ഞാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വഹാബികൾക്ക് വാഗ്ദാനം ചെയ്തത് എന്താണോ അത് അവർക്ക് വരും. വ അസ്ഹാബി അമനതുൽ ഉമ്മത്തി, എന്റെ സ്വഹാബികൾ ഈ ഉമ്മത്തിന്റെ കാവലാളുകളാണ്. എന്റെ സ്വഹാബികൾ അവർ പോയി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന് അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ വരും. ഒരുപാട് ശ്രേഷ്ഠതകൾ സ്വഹാബികളുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സ്വഹാബികൾ 4 ഖലീഫമാരാണ്. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള സഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.
നമുക്കറിയാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വിശാലമായ ചരിത്രമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് അത് പറഞ്ഞു തീർക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല, ഒരുപാട് സമയം ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അവിടുത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ, അത് ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശേഷം ഏറ്റവും ഖൈറായവരാരാണ് എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ മകൻ ചോദിക്കുകയുണ്ടായി. മൻ ഖൈറുൻ നാസി ബഅദ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ആരാണ് ഏറ്റവും ഖൈറായ വ്യക്തി? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അൻഹു. വീണ്ടും ചോദിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠരായ ആരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് സഹാബികളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുവാൻ സബബാകുന്ന കാര്യമാണ്. സ്വഹാബികളെ സ്നേഹിക്കുക എന്നുള്ളത്, ആ സ്വഹാബികളിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠരായ സ്വഹാബികളെ സ്നേഹിക്കുക എന്നുള്ളത് ദീനിൽപ്പെട്ട കാര്യമാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് ദീനാണ്. അതുപോലെ തന്നെ അവിടുത്തെ സ്നേഹിക്കുക എന്നുള്ളത് ദീനാണ്. അതുപോലെ തന്നെ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ മൻഹജാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഹുബ്ബു അബീ ബക്രിൻ വ ഉമറ വ മഅരിഫതു ഫദ്ലിഹിമാ മിനസ് സുന്ന. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുക, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുക, അവരുടെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുക എന്നുള്ളത് സുന്നത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, സലഫുകൾ അവരുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും സ്നേഹിക്കുക എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നാണ്. നമുക്ക് ഇത്രത്തോളം സലഫുകൾ ഈ കാര്യം ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠനായ സ്വഹാബിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ശ്രേഷ്ഠതയായിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, ഇദാ ദുകിറ സ്സാലിഹൂന ഫഹയ്യ ഹലാ ബിഉമർ. സ്വാലിഹീങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുക. നിങ്ങൾ സ്വാലിഹീങ്ങളായ ആളുകളുടെ ചരിത്രം അവരെ കുറിച്ച് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുക എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, വല്ലാഹി മാ അലൽ അർദി റജുലുൻ അഹബ്ബ ഇലയ്യ മിൻ ഉമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം പറയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ എനിക്കിഷ്ടമുള്ള വേറൊരാളും ഭൂമിയിലില്ല. അത്രയും ശ്രേഷ്ഠത ആർക്കുണ്ട്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. അവിടുത്തെ പേര് ഉമർ ഇബ്നുൽ ഖത്താബ് ഇബ്നു നുഫൈൽ ഇബ്നു അബ്ദുൽ ഉസ്സ അൽ ഖുറശി എന്നുള്ളതാണ്. അബൂ ഹഫ്സ് എന്നതാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത്. ബദർ യുദ്ധത്തിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇട്ട കുനിയത്താണ് അബൂ ഹഫ്സ് എന്നുള്ളത്. ഹഫ്സ് എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ ഒരു പേരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ധീരതയുടെയും അതുപോലെ തന്നെ അവിടുത്തെ ശക്തിയെയും സൂചിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ ദിവസം അദ്ദേഹത്തിനിട്ട കുനിയത്താണ് അബൂ ഹഫ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ അൽ ഫാറൂഖ് എന്ന വിളിപ്പേര് ലഖബ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. ഫാറൂഖ് എന്ന് പറഞ്ഞാൽ സത്യത്തിനും അസത്യത്തിനും ഇടയിൽ വേർതിരിവുണ്ടാക്കിയവൻ എന്ന അർത്ഥത്തിൽ, എന്ന വിശേഷണത്തിൽ അൽ ഫാറൂഖ് എന്ന പേര് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്നത് പോലെ ഉമറുൽ ഫാറൂഖ് എന്നാണ് പറയാറുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന് വിശേഷിപ്പിച്ചതുപോലെ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അൽ ഫാറൂഖ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മുഅ്മിനീങ്ങളുടെ രണ്ടാമത്തെ ഖലീഫയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശേഷം മുഅ്മിനീങ്ങളുടെ ഖലീഫയായി ഖിലാഫത്ത് ഏറ്റെടുത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് 13 വർഷങ്ങൾക്ക് ശേഷമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് 13 വർഷത്തിന് ശേഷമാണ്. അപ്പൊ ജനിച്ചതും മരിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം 13 വർഷങ്ങൾക്ക് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് 13 വർഷം ശേഷമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 13 വർഷം കഴിഞ്ഞിട്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ പ്രായമായിരുന്നു, 63 വയസ്സാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരപ്രകൃതി എന്നാൽ അദ്ദേഹം നല്ല നീളമുള്ള വ്യക്തിയായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ അറബികൾക്കിടയിൽ ഒരു കുതിര ഓടി വരുമ്പോൾ ആ കുതിരയുടെ മുകളിലേക്ക് ചാടിക്കയറുക എന്നുള്ളത് അറബികളുടെ വലിയ ധീരതയായി അന്ന് മുതലേ പ്രസിദ്ധമായ കാര്യമായിരുന്നു. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ചാടിക്കയറുക എന്നല്ല, ചാടി അതിൽ ഇരിക്കാനുള്ള ഉയരമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ശക്തനായിരുന്നു, കരുത്തനായ ആളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ താടി 2 തോളുകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന കട്ടിയുള്ള നല്ല തിങ്ങി നിൽക്കുന്ന താടിയായിരുന്നു എന്നെല്ലാം പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. ജാഹിലിയ്യത്തിൽ തന്നെ ഖുറൈശികൾക്കിടയിൽ വളരെയധികം സ്ഥാനമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി സംസാരിക്കാൻ അറിയുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുറൈശികൾ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വരും. നന്നായി സംസാരിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കാനും അതിൽ തൃപ്തിപ്പെടാനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ എല്ലാ കാര്യങ്ങളിലും ഒരു കാര്യസ്ഥനാക്കുവാനും ഖുറൈശികൾ തൃപ്തിപ്പെട്ടിരുന്നു എന്നെല്ലാം അദ്ദേഹത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടുന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബിഅഹബ്ബിർ റജുലൈനി ഇലൈക്. അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവനെ കൊണ്ട് ഈ ഇസ്ലാമിനെ നീ ഇസ്സത്തിനാക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അബൂജഹൽ അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ്, ഈ 2 വ്യക്തികളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളയാളെ കൊണ്ട് ഇസ്ലാമിന് നീ പ്രതാപം നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ 2 വ്യക്തികളും ജാഹിലിയ്യത്തിൽ മുസ്ലിമീങ്ങളോട് ശക്തമായ നിലപാട് വെച്ച് പുലർത്തിയിരുന്ന ആളുകളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബിഉമർ. അല്ലാഹുവേ, ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് നീ പ്രതാപം നൽകണമേ. മറ്റൊരു പ്രാർത്ഥന കാണാം, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബിയദി ഉമർ. ഇസ്ലാം അത് ഉമറിന്റെ കരങ്ങളാൽ ഇസ്ലാമിനെ നീ സഹായിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുആ ചെയ്തതായി കാണുവാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അവിടുത്തെ ഇസ്ലാം സ്വീകരണം അതൊരു ഇസ്സത്തായിരുന്നു എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതിനു ശേഷം മുസ്ലിമീങ്ങൾക്ക് പിന്നെ പ്രതാപകാലമാണ്. മുസ്ലിമീങ്ങൾക്ക് ഭയപ്പെടാനില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, മാസിൽനാ അഇസ്സതൻ മുൻദു അസ്ലമ ഉമർ. ഉമർ മുസ്ലിമായത് അതുമുതൽ ഞങ്ങൾ ഇസ്സത്തിനായിക്കൊണ്ടേയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇസ്സത്തിന്റെ കാലമാണ്.
അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്ന ഇസ്ലാമ ഉമറ കാന ഫത്ഹൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം അത് ഒരു മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമായിരുന്നു. വഹിജറത്തുഹു നസ്റൻ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പലായനം ഹിജറ അത് വലിയൊരു സഹായമായിരുന്നു ഇസ്ലാമിന്. വഇമാറത്തുഹു റഹ്മ, അവിടുത്തെ നേതൃത്വം, അവിടുത്തെ ഭരണം അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിങ്കൽ നിന്നുള്ള ഒരു കാരുണ്യമായിരുന്നു എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ പറഞ്ഞതായി കാണാം, വല്ലാഹി മസ്തതഅന അൻ നുസല്ലി ഹൗല അൽബൈത്ത് ളാഹിരീന ഹത്താ അസ്ലമ ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ ഫക്കീറുകളായ ദരിദ്രരായ സ്വഹാബികൾക്കൊന്നും കഅബയുടെ ചുറ്റും നിസ്കരിക്കാൻ സാധിക്കില്ലായിരുന്നു. ഖുറൈശികൾ മുശ്രിക്കുകൾ അവർ ആക്രമിക്കുമായിരുന്നു. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എന്തായി? എല്ലാവർക്കും ലാഹിറായി തന്നെ പ്രകടമായി തന്നെ കഅബയുടെ അരികിൽ വന്ന് നിസ്കരിക്കാനുള്ള ധൈര്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലൂടെ കരസ്ഥമായി എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതായി കാണാം, അവ്വലു മൻ ജഹറൽ ഇസ്ലാമ ഉമർ. ഇസ്ലാം സ്വീകരിച്ചു എന്ന് ആദ്യമായി വിളംബരം ചെയ്തത്, പരസ്യമായി മുസ്ലിമായത് ആദ്യമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ജാഹിലിയ്യത്തിൽ മുസ്ലിമീങ്ങളോട് ശക്തമായ നിലപാട് വെച്ച് പുലർത്തിയ ആളായിരുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ മുസ്ലിമീങ്ങളിലെ ചില ആളുകൾ, ചില പുരുഷന്മാരും സ്ത്രീകളും കൂടി ഹബശയിലേക്ക് ഹിജറ പോകുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ പൊട്ടു. അപ്പൊ ഈ സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ വീടും കുടുംബമൊക്കെ ഒഴിവാക്കി ഹബശയിലേക്ക് ഹിജറ പോകുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമവും അവരോട് വല്ലാത്തൊരു അനുകമ്പയും കാരുണ്യവും ഉണ്ടായി എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, സഹിബക്കുമുല്ലാഹ്, നിങ്ങളുടെ യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന രീതിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് സംസാരിച്ചു എന്നുള്ളതാണ്. ഇനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രസിദ്ധമായ കഥകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുണ്ട്. അതിൽ പല പ്രസിദ്ധമായ കഥകളും ദഈഫാണ്, അതിന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ദുർബലമായ സനദുള്ള കഥകളാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പൊതുവെ നമ്മുടെ നാടുകളിൽ ക്ലാസ് എടുക്കുന്ന ആളുകൾ പറയാനുള്ള ഒരു ചരിത്രമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായ ഒരു ചരിത്രം ഏതാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു. അപ്പൊ വഴിയിൽ നിന്ന് ആരോ പറഞ്ഞു, എങ്ങോട്ടാ പോണത്? അപ്പൊ മുഹമ്മദിനെ വധിക്കുന്നതിന് വേണ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മുഹമ്മദിനെ വധിക്കുന്നതിന് മുമ്പ് നിന്റെ പെങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നിന്റെ പെങ്ങൾ, അവൾ ഇസ്ലാം സ്വീകരിച്ചു, അവളുടെ ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചു, ഖബ്ബാബ് അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്ന. അങ്ങനെ അവിടെ പോയി അവിടെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ഖുർആൻ അദ്ദേഹം കേൾക്കുകയും പിന്നെ മുസ്ലിം ആവുകയും ചെയ്ത ആ ഒരു സന്ദർഭം അവിടെ നാടുകളിൽ ആളുകൾക്കിടയിൽ പ്രചരിച്ച പ്രസിദ്ധമായ ഒരു ചരിത്രമാണ്. പക്ഷെ ഇതിന് യാതൊരു സനദും സ്ഥിരപ്പെട്ടിട്ടില്ല. ഇതിന്റെ സനദിൽ ളഅഫുണ്ട്, അത് സ്വീകാര്യയോഗ്യമല്ല എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞതായി കാണുവാൻ സാധിക്കും. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് ഇതിനേക്കാൾ സ്വഹീഹായ ഒരു റിവായത്ത് ആധുനികരായ പല സലഫി ഉലമാക്കളും പറയുന്നതായി കാണുവാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞ് വീടിന് പുറത്തിറങ്ങി. അങ്ങനെ പള്ളിയിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നിന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഉച്ചത്തിൽ ഓതി നിസ്കരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ വല്ലാതെ ആ ഖുർആനിലെ ആയത്തുകൾ സ്വാധീനിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിൽ പറഞ്ഞു, ഇതൊരു കവിയുടെ വാക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുകയാണ്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം വമാ ഹുവ ബിഖൗലി ശാഇർ. ഇതൊരു കവിയുടെ വാക്കുകളല്ല, ഇതൊരു മാന്യനായ ഒരു റസൂലിന്റെ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന അള്ളാഹു കൊടുത്ത വഹയിന്റെ വാക്കുകളാണിത്. ഇതൊരു കവിയുടെ വാക്കുകളല്ല. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിൽ പറഞ്ഞു, എന്നതൊരു ജ്യോത്സ്യനായിരിക്കും.
ഒരു മന്ത്രവാദിയുടെ വാക്കുകളായിരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തതായി ഓതുന്നു വലാ ബിഖൗലി കാഹിൻ, ഇതൊരു മന്ത്രവാദിയുടെ വാക്കുകളല്ല. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഇത് ലോകരക്ഷിതാവായ അള്ളാഹുവിങ്കൽ നിന്നുള്ള അവതീർണമായ ഖുർആനാണ്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ഇസ്ലാം പ്രവേശിച്ചു. അദ്ദേഹം മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായി, അവിടുത്തെ സഹാബിയായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മാറുകയാണ്. അദ്ദേഹം ഒരു പ്രത്യേക ശൈലിയിലാണ് ഇസ്ലാം സ്വീകരിച്ചു എന്ന് ആളുകൾക്ക് പരസ്യപ്പെടുത്തിയത്. അദ്ദേഹം മുസ്ലിം ആയതിനു ശേഷം ചില ആളുകളോട് ചോദിച്ചു, മദീനയിൽ മക്കയിൽ ഖുറൈശികൾക്കിടയിൽ ഏറ്റവും പെട്ടെന്ന് വാർത്ത പ്രചരിപ്പിക്കുന്ന ആരുള്ളത്? അവനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ആരാണവൻ? അപ്പൊ ചില ആളുകൾ പറഞ്ഞു ജമീൽ അൽ ജുമഹി എന്ന് പറയുന്ന വ്യക്തിയാണ്. അവനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ കുഫ്രിലായിരിക്കുമ്പോൾ ഇരുന്ന മജ്ലിസുകളിലെല്ലാം എന്റെ ഇസ്ലാം സ്വീകരണത്തിനെ കുറിച്ച് അറിയിക്കണം, അതുകൊണ്ട് ജമീലിനോട് പറയാൻ പോകുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ജമീൽ വന്നു. ജമീലിനോട് പറഞ്ഞു, അലിംത യാ ജമീൽ അന്നി ഖദ് അസ്ലംത്, ജമീൽ നീ അറിഞ്ഞില്ല ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. വദഖൽതു ഫീ ദീനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ പ്രവേശിച്ചു, മുഹമ്മദിന്റെ അനുയായിയായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ജമീൽ അവന്റെ വസ്ത്രവും വലിച്ചഴിച്ച് അങ്ങനെ ഓടാൻ തുടങ്ങി. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ചെറിയ മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അവർ രണ്ടുപേരും ജമീൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി അവരുടെ പിന്നാലെ പോയി. അങ്ങനെ കഅബയുടെ അരികിലെത്തി. അങ്ങനെ ആ കഅബയുടെ വാതിലിന്റെ അരികിലിരുന്ന് ഈ ജമീൽ അൽ ജുമഹി അയാൾ അട്ടഹസിച്ച് ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, യാ മഅ്ശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളെ, അന്ന ഇബ്നുൽ ഖത്താബ് ഖദ് സബ, ഇബ്നുൽ ഖത്താബ് ഉമർ ഇബ്നുൽ ഖത്താബ് അവനതാ പുതിയ മതം സ്വീകരിച്ചിരിക്കുന്നു, അവൻ സാബി ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. വഖദ് അസ്ലംത് വലാകിന്നി ഖദ് അസ്ലംത്, ഞാൻ സാബി അല്ല ആയത്, ഞാനൊരു പുതിയ മതക്കാരനല്ല ആയത്, ഞാൻ മുസ്ലിം ആവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന്നി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന ഇസ്ലാമിന്റെ ഷഹാദത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ വിളംബരം ചെയ്തു എന്നാണ്. അങ്ങനെ ഇത് കേട്ട മുശ്രിക്കുകളെല്ലാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നേരെ തിരിഞ്ഞു. അങ്ങനെ അവിടെ കുറച്ച് തിക്കും തിരക്കും ഉണ്ടായി. അങ്ങനെ ഖുറൈശികളിൽപ്പെട്ട ഒരു വയസ്സായ വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, എന്താണ് സംഭവം? ഖുറൈശികൾ പറഞ്ഞു, ഉമർ പുതിയ മതക്കാരനായിട്ടുണ്ട്. അപ്പൊ ഈ വയസ്സായ വ്യക്തി പറഞ്ഞു, അവനെ വിട്ടേക്കുക, അവനെ ഇഷ്ടമുള്ള ഒരു കാര്യം സ്വീകരിച്ചതിനെ നിങ്ങൾ എന്തിന് പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് അവർ ഒഴിഞ്ഞു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതപ്രകാരം അവിടുന്ന് ഹിജറ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. 20ഓളം വരുന്ന ആളുകളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹിജറക്ക് മുമ്പ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജറ പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജറ പോയത് മറ്റുള്ള സഹാബികളെല്ലാം ഹിജറ പോയതുപോലെ രഹസ്യമായി തന്നെയാണ് പോയത്. എന്നാൽ പല ആളുകളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്ന് കഅബക്കരികിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ ഹിജറ പോകാൻ തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള ചരിത്രം ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. അത് ദഈഫാണ്, അത് കളവാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. മറ്റുള്ള സഹാബികൾ പോയതുപോലെ തന്നെ രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതപ്രകാരം അവിടുത്തെ ഹിജറക്ക് മുൻപ് 20ഓളം സഹാബികളുമായാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹിജറ പോകുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായത് മുതൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഉറ്റ മിത്രമാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഈമാനിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ജിഹാദിന്റെ കാര്യത്തിലും ചങ്ങാത്തത്തിന്റെ കാര്യത്തിലെല്ലാം അന്ന് മുതൽ മുസ്ലിമായത് മുതൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഉറ്റ ചങ്ങാത്തുണ്ടായിരുന്ന വ്യക്തിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ
സ്വഹാബികളോട് സംസാരിക്കുന്ന ഒരു ചെന്നായയുടെയും ഒരു പശുവിന്റെയും കഥ പറഞ്ഞു കൊടുത്തു. ഒരു ആട്ടിടയൻ ഒരുപാട് ആടുകളെ മേക്കുന്ന സമയത്ത് ഒരു ചെന്നായ വന്ന് ഒരു ആടിനെ തിന്നാൻ പോവുകയാണ്. അപ്പൊ ആ സമയത്ത് ആ ആട്ടിടനുമായി ചെന്നായ സംസാരിക്കുന്ന ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ബക്കർ, ഒരു പശു, ആ പശുവിന്റെ മേൽ ഒരു വ്യക്തി വലിയ ഭാരങ്ങളൊക്കെ വഹിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ പശു പറയാണ്, ഞാൻ ഇതിനു വേണ്ടിയല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ കൃഷിക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ചെന്നായയും ഒരു പശുവും സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ചില ആളുകൾ ചോദിച്ചു, ദിബുൻ തതകല്ലം വബഖറത്തുൻ തതകല്ലം, പശു സംസാരിക്കുകയോ ചെന്നായ സംസാരിക്കുകയോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഊമിനു ബിഹി വആമന അബൂബക്രിൻ വഉമറ, ഞാൻ ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു. നോക്കണം നിങ്ങൾ, ആ സദസ്സിൽ അബൂബക്കറോ ഉമറോ റളിയല്ലാഹു അൻഹും അവർ രണ്ടാളുമില്ല. ആ രണ്ടാളുകളും ഈ സംഭവം കേട്ടിട്ടുമില്ല. അവരെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതിൽ അബൂബക്കറും ഉമറും വിശ്വസിച്ചിരിക്കും. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ ഈമാനിന്റെ ബലത്തിനെ കുറിച്ചുള്ള അറിവിതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈമാനിനെ, ആ ശക്തമായ ബലവത്തായ ഈമാനിനെ ശക്തിപ്പെടുത്തുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, ആ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ സഹാബിയാണ്. 10 സഹാബികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഒരേ സന്ദർഭത്തിൽ അവർ സ്വർഗത്തിലാണ് എന്ന് അവർക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അബൂബക്കർ ഫിൽ ജന്ന വ ഉമറു ഫിൽ ജന്ന വ ഉസ്മാനു ഫിൽ ജന്ന വ അലിയുൻ ഫിൽ ജന്ന, ഇങ്ങനെ 10 സഹാബികളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശേഷം പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് കൊണ്ട് സ്വർഗമുണ്ട് എന്നറിയിച്ച സഹാബിയാണ്. ഒരിക്കൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു സ്ഥലത്തിരിക്കുകയാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കയറുവാൻ സമ്മതം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ ലഹു ഫബശ്ശിർഹു ബിൽ ജന്ന, അവന് സമ്മതം കൊടുക്കുക, അവന് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക. ഇതാ 10 സഹാബികളെ കുറിച്ച് പറഞ്ഞ സന്ദർഭമല്ലാത്ത മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലിരുന്നു, വലത്തേ ഭാഗത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കിണറിന്റെ മതിലിൽ കിണറിലേക്ക് കാലിട്ടുകൊണ്ട് അതിന്റെ മധ്യഭാഗത്തായിരിക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ വന്നിട്ടുണ്ട്, സമ്മതം കൊടുക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ ലഹു ഫബശ്ശിർഹു ബിൽ ജന്ന, സമ്മതം കൊടുക്കുക, സ്വർഗ്ഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടതു ഭാഗത്ത് ആ കിണറിലേക്ക് കാലിട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അടുത്ത സഹാബിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് മരണക്കിടക്കയിൽ കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഉമർ, താങ്കളെ പോലെ അമലുകൾ ചെയ്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയാം. അദ്ദേഹം പറഞ്ഞു, കുൻതു ഉകസ്സിറു അസ്മഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ജിഇതു അന വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും വന്നു. വദഖൽതു അന വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും പ്രവേശിച്ചു. വഖറജ്തു അന വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും കൂടി പുറത്തേക്ക് പോയി. ഇങ്ങനെ ഒരുപാട് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത്, ഫഇൻ കുൻതു ലഅർജു ഔ ലഅظുന്നു അൻ യജഅലക അല്ലാഹു മഅഹുമാ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ താങ്കളുമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ.
അവരോടൊപ്പം തന്നെ അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബറടക്കപ്പെട്ടു എന്നുള്ളതാണ്. ഉലമാക്കൾ പറഞ്ഞതായി കാണാം, പണ്ഡിതന്മാർക്ക് ഇത്തിഫാഖുള്ള കാര്യമാണ്, ഏകോപിച്ച കാര്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്, ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധത്തിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത ഒരു യുദ്ധത്തിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പങ്കെടുക്കാതിരുന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബൈഅത്തു റിദ്വാൻ എന്ന മഹത്തായ ബൈഅത്ത്, അതിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സാക്ഷിയായിട്ടുണ്ട്. ആ ബൈഅത്തു റിദ്വാനിൽ ഒരുമിച്ച സഹാബികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പുകഴ്ത്തി പറയുകയും അവർക്ക് അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട് എന്ന് പ്രത്യേകം അല്ലാഹു അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത സഹാബി കൂടിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ച സഹാബി കൂടിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടപ്പോൾ ആ വാർത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് തീരെ അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന വാർത്ത ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു. ജനങ്ങളെല്ലാം വിഷമിക്കാനും കരയാനും തുടങ്ങി. ഈ വാർത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചവിട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു ഉയരമുള്ള പ്രദേശത്ത് കയറി നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറഞ്ഞാൽ വാളൂരി പിടിച്ചിട്ട് പറഞ്ഞു, അവന്റെ തല ഞാൻ എടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല. അവിടുന്ന് മൂസാ നബി തന്റെ സമൂഹത്തിന് വിട്ട് 40 ദിവസം യാത്രയായതുപോലെ അവിടുന്ന് പോയതാണ്. അവിടുന്ന് പോയാൽ ഈ വാർത്ത പ്രചരിപ്പിച്ച മുനാഫിക്കുകളെ പോയി തിരിച്ചു വന്നാൽ ഈ വാർത്ത പ്രചരിപ്പിച്ച മുനാഫിക്കുകളെ കൊല്ലുവാൻ കൽപ്പിക്കും എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിയന്ത്രണം വിട്ടും പറയാൻ തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ച് ദൂരപ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുന്നുണ്ട്, ജനങ്ങൾ നിൽക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവരെ കാര്യമാക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സ്ഥിരീകരിച്ചു. അവിടുത്തെ നെറ്റിയിൽ ചുംബിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ച് പുറത്തു വന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യമൊക്കെ പറഞ്ഞു, കീജിലിസ് ഉമർ, ഉമർ ഇരിക്ക്, കുറച്ചേരം ഇരിക്ക്, കാര്യം പറയാം. ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടാക്കിയില്ല. വീണ്ടും പറഞ്ഞു, ഉമർ ഇരിക്ക്, പറഞ്ഞു തരാം. ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടാക്കിയില്ല. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറയാൻ തുടങ്ങി, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ മുഹമ്മദ് ഇതാ മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅ്ബുദുല്ലാഹ് ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരാണോ അല്ലാഹുവിനെ ആരാധിക്കുന്നത്, അല്ലാഹു എന്നും ജീവിച്ചിരിക്കുന്നവനും മരണമില്ലാത്തവനുമാണ്. എന്നിട്ട് അദ്ദേഹം വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ എന്ന ആയത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി. ഇത് കേട്ടതോടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലാവുകയും അവിടുത്തെ കയ്യിൽ നിന്ന് ആ വാള് ഊരിപ്പിടിച്ച വാള് നിലത്ത് വീഴുകയും അദ്ദേഹം അങ്ങേയറ്റം കരയുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നീട് ഖിലാഫത്ത് ഏറ്റെടുത്തു. വളരെ കുറച്ചു കാലം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം നയിച്ചു. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഭരണമേൽപ്പിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ്. അവിടുത്തെ മരണസന്ദർഭത്തിൽ സഹാബികളോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി റദീതു ലക്കും ഉമർ ഫബായിഉ. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൃപ്തിപ്പെടുകയാണ്, അതുകൊണ്ട് ഉമറിൻ നിങ്ങൾ ബൈഅത്ത് കൊടുക്കണമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മരണത്തിന്റെ ആ സന്ദർഭം എത്തിയപ്പോൾ, മരണത്തിലെ ആ സുഖം കൂടിയപ്പോൾ അദ്ദേഹം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചോദിച്ചു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ തസ്അലുനി അൻ അംരിൻ ഇല്ലാ വഅൻത അഅലമു ബിഹി മിന്നി. ഉമറിന്റെ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ അബൂബക്കർ താങ്കൾക്കാണ് അറിവുള്ളത്. വല്ലാഹി അഫ്ദലു മിൻ റഅയിക ഫീഹി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായത്തിനേക്കാൾ അഫ്ദലായ ശ്രേഷ്ഠമായ അവസ്ഥയിലാണ് ഉമർ ഉള്ളത്. താങ്കൾക്ക് ഉമറിനെ കുറിച്ച് എന്താണോ അഭിപ്രായം, അതിനേക്കാൾ അഫ്ദലായ അവസ്ഥയിലാണ് ഉമറിന്റെ അവസ്ഥ. ഞാൻ എന്ത് കൂടുതൽ പറയാൻ എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് ചോദിച്ചു, റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു ഉമറിന്റെ അവസ്ഥയെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇൽമി ബിഹി അന്ന സരീറതഹു ഖൈറും മിൻ അലാനിയതിഹി. ഉമറിനെ കുറിച്ച് എന്റെ അറിവ് അദ്ദേഹത്തിന്റെ പരസ്യ ജീവിതത്തെക്കാൾ ഖൈറായ ജീവിതമാണ് അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതം. നമ്മളുടെ കൂട്ടത്തിൽ ഉമറിനെ പോലെ ഖൈറായ മറ്റൊരു വ്യക്തിയില്ല എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ധാരാളം സഹാബികൾ ഒരുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറച്ചുകൂടി പ്രയാസം കൂടിയപ്പോൾ ചില ആളുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, താങ്കൾക്ക് ശേഷം ഖലീഫയായി ഉമറിനെ തെരഞ്ഞെടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ താങ്കൾ എന്ത് മറുപടി പറയും? ഉമറിനെയാണോ ഞങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ വേണ്ടി താങ്കൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്? നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ താങ്കൾ എന്ത് മറുപടി പറയും? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബില്ലാഹി തുർഹിബൂനി. അള്ളാഹുവിനെ പറഞ്ഞ് നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, അഖൂലു ഇസ്തഖ്ലഫ്തു അലൈഹിം ഖൈറഹും. അള്ളാഹു എന്നോട് ചോദിച്ചാൽ ഞാൻ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവെ ഞാൻ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് അവരിലെ ഏറ്റവും ഖൈറായവനാണ്, ഏറ്റവും ഖൈറായ ആൾക്കാണ് അവരുടെ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് അള്ളാഹു എന്നോട് ചോദിച്ചാൽ ഞാൻ അള്ളാഹുവിനോട് പറയുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാണ്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളുടെ അമീറായി 10 വർഷക്കാലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഭരണം നടത്തി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഭരണം വളരെയധികം നീതിയുള്ള, മുസ്ലിമീങ്ങൾക്ക് പ്രതാപം വർദ്ധിപ്പിച്ച, അതുപോലെ തന്നെ ഒരുപാട് വിജയങ്ങൾ കൈയടക്കിയ ഭരണമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുഫാറുകളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുമാർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം അത്രമാത്രം നീതിയുള്ളതായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് പ്രതാപവും അതുപോലെ തന്നെ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിക ഭരണത്തിന്റെ അതിർത്തിയും അതെല്ലാം വല്ലാതെ വ്യാപിപ്പിച്ച, ഗനീമത്ത് സ്വത്തുകൾ ലോകത്തിന്റെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും കുന്നുകൂടിയ ഒരു ഭരണകാലമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് ഒരുപാട് സ്വത്തുക്കൾ വ്യാപിച്ചു എങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ദുനിയാവിന്റെ ആ സൗകര്യങ്ങളിൽ അന്താളിച്ചു നിന്നിട്ടില്ല. അവിടുന്ന് അപ്പോഴും ഒരു സാഹിദായിരുന്നു എന്നാണ്. ദുനിയാവിനോട് അങ്ങേയറ്റം വിരക്തിയുള്ള ഒരാളായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക രാജ്യം ഒന്ന് വിപുലീകരിച്ചു വരികയാണ്. വിപുലമായി സ്വത്തുകൾ കൂടാൻ തുടങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിന്റെ ഭൃത്യനും കൂടി നാടു ചുറ്റാൻ ഇറങ്ങാൻ. അപ്പൊ ഈ വലിയ സ്വത്തുക്കളും ഈ സൗകര്യങ്ങളും കണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭൃത്യം പറഞ്ഞു, ഹാദാ ഫദ്ലുല്ലാഹി വറഹ്മത്തുഹു. അള്ളാഹുവിന്റെ ഫദ്ലും അവന്റെ റഹ്മത്തുമാണ് ഈ കാണുന്നതല്ല. ശരിയാണ്, അള്ളാഹുവിന്റെ ഫദ്ലും റഹ്മത്തുമാണിത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കദബ്, നീ പറഞ്ഞത് തെറ്റാണ്. ഫദ്ലുല്ലാഹി വറഹ്മത്തുഹു അൽ ഖുർആൻ. അള്ളാഹുവിന്റെ ഫദ്ലും റഹ്മത്തും അത് ഖുർആനാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു വ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു. അപ്പൊ നോക്കൂ, ഈ ഗനീമത്ത് മുതലെല്ലാം അള്ളാഹുവിന്റെ ഫദ്ലും റഹ്മത്തുമാണ്. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം ആ കാണുന്ന ദുനിയാവിന്റെ സുഖങ്ങളൊന്നും രുചിച്ചിരുന്നില്ല എന്നുള്ളതാണ്.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഖാദിസിയ യുദ്ധം വിജയിച്ചടക്കിയത്. അതുപോലെ തന്നെ അദ്ദേഹം ബൈത്തുൽ മഖ്ദിസ് കീഴടക്കുകയും ചെയ്തു. ഇതൊക്കെ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ്. അവിടുന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി ഹിജറയുടെ കലണ്ടർ അത് സ്ഥാപിച്ചത്. അതുമായി ബന്ധപ്പെട്ട കണക്കുകൂട്ടലുകൾ അദ്ദേഹമാണ് ആദ്യമായി സ്ഥാപിച്ചത്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെ തറാവീഹ് നിസ്കാരത്തിനു വേണ്ടി റമദാനിൽ ഒരൊറ്റ ഇമാമിന് കീഴിൽ ഒരുമിപ്പിച്ചത് ആദ്യമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഇരു ഹറമുകളും അത് പുതുക്കി പണിഞ്ഞ് കുറച്ചുകൂടി വിശാലമാക്കിയത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു മസ്ജിദുൽ ഹറം, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദായ മസ്ജിദുൻ നബവി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് മസ്ജിദുൻ നബവി അത് വ്യാപിപ്പിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കും പ്രവൃത്തിയും ജനങ്ങൾ അത് കേൾക്കുകയും അവിടുത്തെ പ്രവർത്തനം ജനങ്ങൾ കാണുകയും ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശ്രമം, അവിടുത്തെ സത്യസന്ധത ജനങ്ങൾ അതിന് സാക്ഷിയായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണീയരുടെ ഇടയിലൂടെ നടന്നു പോകും. അവരുടെ കാര്യങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് സാധിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഓരോ രാത്രിയും അദ്ദേഹത്തിന്റെ ഭൃത്യനുമായി അദ്ദേഹം നാട് ചുറ്റുകയും വല്ല ആവശ്യങ്ങളും വല്ല പ്രയാസങ്ങളും ഏതെങ്കിലും ആളുകൾ നേരിടുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കുകയും ചെയ്യുമെന്നാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയപ്പെട്ടൊരു സംഭവം, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭൃത്യനായ അസ്ലം എന്ന വ്യക്തിയും രാത്രിയിൽ ഇങ്ങനെ നാട് ചുറ്റാൻ ഇറങ്ങുകയാണ്. അപ്പോൾ കുറച്ചു ദൂരത്തൊരു തീ കാണുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചതായിരിക്കും, അങ്ങോട്ട് പോയി നോക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ അടുത്തെത്താനായപ്പോൾ മനസ്സിലായി ഒരു സ്ത്രീയും അവരുടെ കുറച്ച് കുട്ടികളും ആ തീനരികിൽ എന്തോ ചെയ്യുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അഹ്ലദ്ദൗ, അല്ലയോ വെളിച്ചത്തിന്റെ ആളുകളെ, നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും. അഹ്ലന്നാർ എന്ന് പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ പ്രയോഗം വളരെ സൂക്ഷ്മത ഉള്ളതായിരുന്നു. അസ്സലാമു അലൈക്കും യാ അഹ്ലന്നാർ എന്ന് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അഹ്ലദ്ദൗ എന്നാണ് പറഞ്ഞത്. എന്താണ് നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞങ്ങനെ കുട്ടികളുമായിട്ട് ഇങ്ങനെ ഇവിടെ പാകം ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ പാകം ചെയ്യുന്നത് പോലെ എന്തോ കാണിക്കുന്നുണ്ട്, ചട്ടിയിലൊന്നും കാണുന്നില്ല. അപ്പൊ എന്താണ് പാകം ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഒന്നും പാകം ചെയ്യുന്നില്ല, കുട്ടികൾക്ക് വിശക്കുന്നുണ്ട്, ഞാൻ കുട്ടികളുടെ അരികിൽ നിന്നിങ്ങനെ ചെയ്യുമ്പോൾ ആ സമയം പോയി അങ്ങനെ അവർ വിശന്ന് ഉറങ്ങിപ്പോകാൻ വേണ്ടി ചെയ്യാണ്. അപ്പൊ ഈ വന്നത് ഉമർ ഇബ്നുൽ ഖത്താബാണ്, ഖലീഫയാണ് എന്ന് ഈ സ്ത്രീക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ സ്ത്രീ ഇങ്ങനെ പിറുപിറുക്കാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ഖലീഫിനെ കുറിച്ച് ഇങ്ങനെ പിറുപിറുക്കാണ്. അല്ലാഹു ബൈനനാ വബൈന ഉമർ, ഉമർ എന്ന ഖലീഫ താങ്കൾക്കും ഞങ്ങൾക്കിടയിൽ അള്ളാണ്ട് എന്ന് പറയാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമർ എന്ത് ഭാവിച്ചു? ഉമറിന് എന്താ പ്രശ്നം? ഉമർ നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞിട്ടില്ല, മാത്രല്ല നീ ഉമറിന്റെ അടുക്കൽ പോയി, ഉമർ നിനക്കൊന്നും തടഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാ ഉമറിനെ പറയണം? അപ്പോ ആ സ്ത്രീ പറഞ്ഞു, അല്ല, ഉമർ ഖലീഫയാണല്ലോ, ഖലീഫയാകുമ്പോൾ ഓരോ ഭരണീയരുടെയും കാര്യം അന്വേഷിക്കണമല്ലോ എന്ന രീതിയിൽ ആ സ്ത്രീ സംസാരിച്ചു. അസ്ലമിനെയും കൂട്ടി അദ്ദേഹം ഭക്ഷണത്തിന്റെ ചാക്കുകൾ എടുക്കാൻ പോയി. അസ്ലം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ വഹിക്കാം ഈ ചാക്ക്. അദ്ദേഹം പറഞ്ഞ വാക്ക്, നാളെ പരലോകത്ത് എന്റെ പാപഭാരം നീ വഹിക്കുകയില്ല, ഞാൻ വഹിച്ചോളാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ത്രീക്ക് വന്നു ഭക്ഷണത്തിന്റെ സാധനങ്ങൾ കൊടുത്തു. ആ സ്ത്രീ ഭക്ഷണം പാകം ചെയ്തു. അവരോടൊപ്പം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും കൂടി ഭക്ഷണം പാകം ചെയ്തു. എന്നിട്ട് ആ കുട്ടികൾ ആ ഭക്ഷണം കഴിച്ച് അവർ കളിച്ചുറങ്ങുന്നത് വരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നു. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു പോകാൻ നിൽക്കുമ്പോൾ ആ സ്ത്രീ പറയാണ്, താങ്കളാണ് ഉമറിനേക്കാൾ ഭരണത്തിന് അർഹനായവൻ. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഞാനാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞില്ല. മറ്റൊരു സന്ദർഭത്തിൽ അസ്ലമുമായി നാട് ചുറ്റിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഒരു സ്ത്രീ അട്ടഹസിച്ച് വേദനിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാര്യം അന്വേഷിച്ചപ്പോ ആ സ്ത്രീ പറഞ്ഞു, പ്രസവിക്കാനായിട്ടുണ്ട്, എന്റെ കൂടെ ആരുമില്ല, വേദനയുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അസ്ലമിനെയും കൂട്ടി ഭാര്യയുടെ അടുക്കലേക്ക്, ഉമ്മു കുൽസൂമിന്റെ അടുക്കലേക്ക്, അലി ഇബ്നു അബീ ത്വാലിബിന്റെ ഭാര്യ മകളാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകളാണ്. ഭാര്യയോട് പറഞ്ഞു, നിനക്ക് പ്രതിഫലം വേണം. അതാ ഫക്കീറത്തായ മിസ്കീനത്തായ ഒരു പെണ്ണ് പ്രസവിക്കാൻ കിടന്ന് വേദന നിന്ന് കിടക്കുന്നുണ്ട്, അവളോടൊപ്പം ആരുമില്ല, നീ സഹായിക്കണം. ഭക്ഷണത്തിന്റെ ഒരു ചാക്കുമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മു കുൽസൂമുമായി ആ സ്ത്രീയുടെ അടുക്കലേക്ക് പോയപ്പോൾ അവിടെ ഭർത്താവ് എത്തിയിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതെന്റെ ഭാര്യയാണ്, നിന്റെ ഭാര്യ ഇവള് സഹായിക്കും, പുറത്തിരിക്കാം. അങ്ങനെ പുറത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ബശ്ശിർ സാഹിബക ബിഗുലാം, താങ്കളോടൊപ്പം ഇരിക്കുന്ന ആളോട് പറയും, ഒരു ആൺകുട്ടിയാണ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി അമീറുൽ മുഅ്മിനീൻ എന്നുള്ള വിളി കേട്ടപ്പോ ഈ വ്യക്തി ഞെട്ടിപ്പോയി. താങ്കളാണോ അമീറുൽ മുഅ്മിനീൻ? അടങ്ങിയിരിക്ക്, ഒക്കെ പറഞ്ഞുതരാം. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ നീയും ഭാര്യയും കുട്ടിയേറ്റ് ബൈത്തുൽ മാലിന്റെ അവിടേക്ക് വന്നാൽ നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റിത്തരാം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു. ഇത്രയും നീതിയാർന്ന, ഇത്രയും പരിശ്രമമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അദ്ദേഹം കാണിച്ചത്. ഒരുപാട് ശ്രേഷ്ഠതകൾ ഇനിയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിവുണ്ടായിരുന്ന വ്യക്തിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ദീർഘവീക്ഷണവും അതുപോലെ തന്നെ യുക്തിയും പക്വതയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ വേണ്ടുവോളം നമുക്ക് കാണുവാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിന് ശേഷം പറഞ്ഞു, ദുനിയാവിലെ എല്ലാ ആളുകളുടെയും അറിവും ഉമറിന്റെ അറിവും മീസാനിൽ വെക്കുകയാണെങ്കിൽ ഉമറിന്റെ അറിവാണ് കനം തൂങ്ങുക എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ, എനിക്ക് ശേഷം ഒരു നബി ഉണ്ടായിരുന്നെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം തൗഹീദ് അത് പ്രചരിപ്പിക്കുന്ന കാര്യം, തൗഹീദിന് വേരോട്ടമുണ്ടാകുന്ന കാര്യം, ശിർക്കിനെ ഉമ്മത്തിൽ നിന്ന് തുടച്ചു നീക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ ബൈഅത്തുർ റിദ്വാൻ നടന്നൊരു മരാണെന്ന് പറഞ്ഞ് ഒരു മരത്തിനെ ആദരിക്കാനും ബഹുമാനിക്കാനും തുടങ്ങിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നത് വേരോടെ പിഴുതെറിഞ്ഞു കളഞ്ഞു എന്നാണ്. അതുപോലെ തന്നെ ഹജറുൽ അസ്വദ് മുത്തുമ്പോൾ ജനങ്ങൾ കേൾക്കുമാർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഒരു വെറും കല്ലാണെന്നാണ് എനിക്ക്, നീ വെറൊരു കല്ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ചുംബിക്കുകയില്ല എന്ന് അദ്ദേഹം ജനങ്ങൾ കേൾക്കുമാർ പറയുകയുണ്ടായി എന്നുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഫജ്ർ നിസ്കാരത്തിൽ കുത്തേറ്റുകൊണ്ടാണ് മരണപ്പെടുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തിയ വ്യക്തി ചുറ്റുമുള്ള വലതും ഇടതുമുള്ള ആളുകളെ എല്ലാം കുത്തി. അങ്ങനെ 13ഓളം ആളുകൾ കുത്തേറ്റു. അതുപോലെ തന്നെ 7 ആളുകൾ മരണപ്പെടുകയും ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തിയത് അബൂ ലുഅ്ലുഅ അൽ മജൂസി എന്ന വ്യക്തിയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അറിഞ്ഞു എന്നെ കുത്തിയത് ഒരു മജൂസിയായിരുന്നെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, അൽഹംദുലില്ലാഹില്ലദി ലം യജ്അൽ മീതതി ബിയദി റജുലിൻ യദ്ദഇ അൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് എല്ലാ സ്തുതികളും ഉള്ളത്. ആ അല്ലാഹു എന്റെ മരണം ഒരു ഇസ്ലാം വാദിക്കുന്ന ഒരു വ്യക്തിയുടെ കൈകൊണ്ടാക്കിയില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചതായി കാണുവാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷഹീദായി കൊണ്ടാണ് മരിക്കുന്നത്. അദ്ദേഹം ഷഹാദത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തിരുന്നു. അല്ലാഹു എന്നെ ഷഹീദായി മരിപ്പിക്കുകയും എന്റെ അന്ത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ വെച്ചാക്കുകയും ചെയ്യണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദാകുമെന്ന് മുൻപ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും ഉസ്മാനും കൂടി ഉഹദിന്റെ മുകളിൽ കയറിയപ്പോൾ ഉഹദ് മല ഒന്ന് ഉലഞ്ഞു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയോടായി പറഞ്ഞു, ഉസ്ബുത് ഉഹദ്, ഉഹദേ ഉറച്ചു നിൽക്കുക, ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ, നിന്റെ മുകളിൽ ഒരു നബിയും ഒരു സിദ്ദീഖും 2 ഷഹീദുമാരാണുള്ളത്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപ് തന്നെ അറിയിച്ചതായി കാണുവാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണവേദനയിൽ കിടക്കുമ്പോൾ മകനോട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ചെന്ന് ഉമർ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കറിന്റെയും ചാരത്ത് എനിക്ക് ഖബറിനായി സ്ഥലം തരുമോ എന്ന് അനുമതി ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടി മാറ്റിവെച്ച സ്ഥലമായിരുന്നു, ഞാൻ ഉമറിന് വേണ്ടി വിട്ടുതരും. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും ഓടിച്ചെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അദിനത്, ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇതാണ് ഞാൻ ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഇതാണ് സഹോദരങ്ങളെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഗുണപാഠങ്ങളുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇത് കൂടാതെയും ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മറ്റു സ്വഹാബികളോടൊപ്പം നമ്മളെ ഏവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.